നമ്മളെ മലപ്പുറം ജില്ല പ്രത്യേക ഒരു രാജ്യമാണെന്ന ചില ആളുകൾ വിശേഷിപ്പിച്ചത്. അപ്പോൾ ആ ഒരു വിശേഷണത്തോട് നമ്മൾ 100% യോജിക്കുകയാണ്. കാരണം മലപ്പുറം ജില്ല പ്രത്യേക ഒരു രാജ്യം തന്നെയാണ്. കാരണം ഇതൊക്കെയാണ് മലപ്പുറം ജില്ല പ്രത്യേക രാജ്യമാണെന്ന് പറയാൻ കാരണം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മളെ നാട്ടിലെ അമ്പലത്തിൻ്റെ മുറ്റത്താണ്. ശ്രീ വേട്ടക്കുരു മകൻ ക്ഷേത്രം വീതനശ്ശേരി. ഇപ്പോൾ ഇവിടെ ഒരു പായസത്തിൻ്റെ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ പായസം വാങ്ങാൻ വേണ്ടിയിട്ട് വന്നാണ് നമ്മൾ വിളിച്ചതാണ്. അപ്പോൾ മലപ്പുറം ജില്ല പ്രത്യേക ഒരു രാജ്യമാണെന്ന് പറയുന്നതിനോട് യാതൊരു എതിർപ്പുമില്ല, സന്തോഷമുള്ളൂ. കാരണം മലപ്പുറം ജില്ല പ്രത്യേക രാജ്യം തന്നെയാണ്. കാരണം ഇങ്ങനത്തെ ഒരു മതസൗഹാർദ്ദം മലപ്പുറം ജില്ലേൻ്റെ അത്ര ഒരു മതസൗഹാർദ്ദം കേരളത്തിൽ വേറൊരു ജില്ലയിലും ഞാൻ ഒരു ജില്ലിനെ അടച്ചാക്ഷേപിക്കല്ല. ഓരോ ജില്ലക്കും അതിൻ്റേതായ മഹത്വങ്ങളുണ്ട്, ഇല്ല എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഓരോ ജില്ലയും നല്ല സൗഹൃദത്തിലും നല്ല അന്തരീക്ഷത്തിലും ആണ് പോകുന്നത്. പക്ഷേ മലപ്പുറം ജില്ലക്ക് പ്രത്യേകത ഉണ്ട് എന്ന് തന്നെ പറയാം. കാരണം പ്രത്യേക രാജ്യമാണ്. ഇതൊക്കെയാണ് മലപ്പുറം ജില്ലയിൽ കാണാൻ കഴിയുന്നത്. ഇതൊന്നും കണ്ടിട്ട് ചില ആളുകൾക്ക് ശ്വാസം പെടാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു നിവർത്തിയില്ല. അതുപോലെ മനസ്സിൻ്റെ ഒരു പ്രശ്നമാണെന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളിത് ആ പായസം വാങ്ങിപ്പോകണം. കുഞ്ഞുമണി ഉണ്ടില്ല പായസം ഒരു ചാക്കാണ് കൊണ്ടുപോയിരുന്നത്. അങ്ങനെ ചെറുസിനുണ്ടില്ല പായസം കിട്ടിയ അപ്പം അമ്പലത്തിൻ്റെ പായസമാണത്. ഇവിടെ ജാതി മതം വർഗം വർണ്ണം ഇങ്ങനെ ഒരു സംഭവമില്ല. മലപ്പുറം ജില്ലയിൽ നല്ല കേട്ടോ, കേരളത്തിൽ മൊത്തത്തിലില്ല. കാരണം ഇന്ത്യയിൽ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജീവിക്കാൻ സുഖമുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. ആ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മതസൗഹാർദ്ദവും സമ്പന്നം ഒക്കെ ആയി നിൽക്കുന്ന ഒരു ജില്ല മലപ്പുറം ജില്ല തന്നെയാണ്. അതിൽ യാതൊരു സംശയമല്ല. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും.